ഹായ് വെൽക്കം ബാക്ക് ടു ഡെൽറ്റ ഹസിൽ. നമ്മളിവിടെ ഇന്ന് എല്ലാവരുടെയും ഒരു കൺസേൺ ആയിട്ടുള്ള ഗോൾഡ് പ്രൈസിന്റെ ഏപ്രിൽ മാസത്തെ പ്രഡിക്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഏപ്രിൽ മാസത്തെ ലെവൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ മാർക്കറ്റ് സ്ട്രക്ചറിനെ ബേസ് ചെയ്താണ്. കൺവെൻഷണൽ മാർക്കറ്റ് സ്ട്രക്ചർ ആണ് ഇന്ന് ഈ ഗോൾഡ് പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നോ മാർക്കറ്റ് പ്രൊഫൈൽ ഓർ ഓളിയം പ്രൊഫൈൽ യൂസ്ഡ് ഹിയർ. കൺവെൻഷണൽ ലെവൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചർ, കണ്ടെക്സ്റ്റ് ആൻഡ് ഓർഡർ ഫോർ കൺഫർമേഷൻ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലെവൽസ് എല്ലാം ഡ്രോ ചെയ്തിരിക്കുന്നതും ഈ പ്രഡിക്ഷൻസ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ സ്ട്രാറ്റജി എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നോക്കൂ. ഈ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ ഡൈവേർജൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ലെവൽസും. അത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ മാത്രമേ എത്രമാത്രം ആക്യുറേറ്റ് ആണ് ഈ ലെവൽസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഇൻ ഡെപ്ത് സ്റ്റഡി ഈസ് റിക്വയർഡ്, ഓഫ് കോഴ്സ്. എന്നാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഡെൽറ്റ ഡൈവേർജൻസ് ആൻഡ് അക്സെപ്റ്റൻസ് ലെവൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. CPR, മന്ത്ലി CPR ആണ് വേറൊരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് മന്ത്ലി CPR. പിന്നീട് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? വോളിയം. അപ്പം ഈ ലെവൽസ് ഒക്കെ ഏതെങ്കിലും ഒക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയാണ് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ. ഈ ഓർഡർ ഫ്ലോ കൺഫർമേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ടത് എമംഗ് അതർ തിങ്സ് വോളിയം, ഡെൽറ്റ, മാക്സ് ഡെൽറ്റ, മിൻ ഡെൽറ്റ ആൻഡ് COT H ആൻഡ് L. COT എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡ്സ്, കൺട്രോൾ ഓഫ് ട്രേഡ്സ്, ക്ലസ്റ്റർ ഓഫ് ട്രേഡ്സ്, പല പേരിൽ പറയും. ഇവിടെ കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡ്സ് എന്ന് പറയും. ഇതിന്റെ ഹൈയിലും ലോയിലും ഹു ഈസ് കൺട്രോളിങ് ഓർ ഹു ഹാവ് കമ്മിറ്റ്മെന്റ്, ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ഓരോ ദിവസത്തെ ക്യാൻഡിലിന്റെ. ഇത് ഡേ ചാർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് മന്ത്ലി ലെവൽസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. വീക്ക്ലി ലെവൽസ് കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ഐ ഹാവ് നോട്ട് യൂസ്ഡ് ഇറ്റ്. എനിവേ ഇറ്റ് വിൽ ബി 100% ആക്യുറേറ്റ് ബിക്കോസ് വി ആർ യൂസിങ് നമ്പേഴ്സ്. നമ്മൾ ഈ ലെവൽസ് യൂസ് ചെയ്യുന്ന only ഫോർ ബ്രേക്ക് ഔട്ട് പർപ്പസ് ഉള്ളൂ. നമുക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ വോളിയം POCs എടുക്കാം, മാർക്കറ്റ് പ്രൊഫൈലിന്റെ ലെവൽസ് എടുക്കാം, മന്ത്ലി ലെവൽസ് നമുക്ക് എടുക്കാം. വോളിയം പ്രൊഫൈലിന്റെ മന്ത്ലി ലെവൽസ് ആസ് ഗുഡ് ആസ് ദിസ് CPR, ബട്ട് CPR ഈസ് വെരി ഗുഡ്. ഓക്കെ, CPR മന്ത്ലി ഇങ്ങനെയുള്ള ലെവൽസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഇതിനകത്ത് ഡെൽറ്റ ഡൈവേർജൻസ് പ്ലസ് അക്സെപ്റ്റൻസ് എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം എങ്കിലേ ഇതിന്റെ ആക്യുറസിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് പ്രഡിക്ഷൻ ലെവൽസ് എന്ന് പറയുന്നത്. ഈ പ്രഡിക്ഷൻ ലെവൽസ് എങ്ങനെയാണ് അറൈവ് ചെയ്തത്, പ്രീവിയസ്ലി ഇത് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തു, അതിനെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി വെരി ക്രൂഷ്യൽ. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ലെവൽസിലേക്ക് പോകാം. എങ്ങനെയാണ് പ്രൈസ് 31 ഡിസംബറിലെ ലെവലിൽ നിന്നും ജനുവരി 29 ആയപ്പോഴ് അറൌണ്ട് 40% ഇൻക്രീസ് ചെയ്തു. Not 40%, something above that. That we will check. See, ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ഡെൽറ്റ ഡൈവേർജൻസ് ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പൊ ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽസ് ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡെൽറ്റ ഡൈവേർജൻസ് ഡേ ക്യാൻഡിൽസ് ആണ് ഇവിടെ. അപ്പൊ അത് ഇവിടെ സോഫ്റ്റ്വെയർ തന്നെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്ന ലെവൽസ് ഏതാണെന്നോ, എവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? 33 ഡിസംബർ എൻഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മന്ത്ലി ലെവൽസ് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ ഡിസംബർ 30th ക്യാൻഡിൽസ് ഓൺ ദ ലെഫ്റ്റ് വിൽ ബി ദ ബേസ് ഫോർ ക്യാൻഡിൽസ് ഓൺ ദ റൈറ്റ്.
അപ്പൊ അപ്കമിങ് ക്യാൻഡിൽസ് എല്ലാം തന്നെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? പ്രീവിയസ് ഡേയ്സിലെ ലെവൽസിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്യാൻഡിൽസിനെ ബേസ് ചെയ്ത്. അങ്ങനെയാണ് ടെക്നിക്കൽ സ്റ്റഡീസ്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ. ഇത് നോക്കൂ, ഈ 3 ദിവസവും ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽസ് ആണ്. ഇറ്റ് ഇസ് മാർക്ക് റെഡ് ക്യാൻഡിൽ വിത്ത് പോസിറ്റീവ് ഡെൽറ്റ, ഗ്രീൻ ക്യാൻഡിൽ വിത്ത് നെഗറ്റീവ് ഡെൽറ്റ. അപ്പൊ ഇതിന്റെ അക്സെപ്റ്റൻസ് ഏരിയയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ അക്സെപ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ കവറിങ് ഓൾ ദി ബോഡീസ്. അപ്പൊ ഈ ഡൈവേർജൻസ് ഡെൽറ്റ ഡൈവേർജൻസ് ലെവലുണ്ട്. ഈ ദിവസവും ഒരു ഡൈവേർജൻസ് ലെവലുണ്ട്. ഈ ഡൈവേർജൻസ് ലെവല് ഡ്രോ ചെയ്തതിനു ശേഷം അത് കഴിഞ്ഞിട്ട് 24th ഡിസംബറിൽ ഒരു ഡൈവേർജൻസ് ലെവലുണ്ട്. അപ്പൊ ഈ ഡൈവേർജൻസ് ലെവൽ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഡേയ്സിലൊക്കെ വലിയ തോതിൽ അബ്സോർപ്ഷൻ ഹാപ്പൻഡ്. എപ്പോഴും ഒരു സ്വിംഗ് ലോയില് അബ്സോർപ്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ വിൽ ഹാപ്പൻ. ആഫ്റ്റർ ദാറ്റ് അഗ്രഷൻ വിൽ സ്റ്റാർട്ട്. ആ അഗ്രഷൻ മേ കണ്ടിന്യൂ ഫോർ സം ടൈം. അഗെയിൻ മാർക്കറ്റ് റിവേഴ്സൽ ഹാപ്പൻ ചെയ്യും. അങ്ങനെയുള്ള റിവേഴ്സൽസിന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഓർഡർ ഫ്ലോയിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ദർ ഈസ് ആൻ അൺഫിനിഷ്ഡ് ബാറ്റിൽ ഇൻ ദാറ്റ് ക്യാൻഡിൽ. അവിടെയാണ് അബ്സോർപ്ഷൻ നടന്നിരിക്കുന്നത്. അബ്സോർപ്ഷൻ നടന്നെങ്കിൽ മാത്രമേ ഒരു അഗ്രഷൻ ഹാപ്പൻ ചെയ്യത്തുള്ളൂ. സീ ദിസ്, ആൻഡ് ദിസ് അഗ്രഷൻ വിൽ കണ്ടിന്യൂ ഫോർ സം ടൈം. അഗെയിൻ റിവേഴ്സൽസ് ഹാപ്പൻ ചെയ്യും. ആ റിവേഴ്സൽസ് ഹാപ്പൻ ചെയ്യുമ്പോൾ അതിന് മുകളിലേക്കാണ് പിന്നെയും പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ ദേ വിൽ ബി എ വയലന്റ് മൂവ്മെന്റ്. അതാണ് ഈ ഡെൽറ്റ ഡൈവേർജൻസിന്റെ പ്രത്യേകത എന്ന് പറയാം. ടെക്നിക്കൽ അനാലിസിസിൽ മോസ്റ്റ് പവർഫുൾ ക്യാൻഡിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ ഡൈവേർജൻസ് ഇസ് ദ ആൻസർ. ഡെൽറ്റ ഡൈവേർജൻസ് ഏത് ലൊക്കേഷനിൽ വരുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ കണ്ടക്സ്റ്റ് ആണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അബ്സോർപ്ഷൻ ഹാപ്പൻഡ് അറ്റ് ഈ ഇമ്പോർട്ടന്റ് ലെവലിൽ. ഇവിടെ ഈ പർട്ടിക്കുലർ മാസം, അതായത് ജനുവരിയിൽ CPR നോക്കൂ, ദർ ഇസ് എ നാരോ CPR. ആ CPRന്റെ അതേ ലെവലിൽ തന്നെ 2 ദിവസം 3 ദിവസം ഡെൽറ്റ ഡൈവേർജൻസിന്റെ അക്സെപ്റ്റൻസ് ഏരിയയും വന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഡെൽറ്റ ഡൈവേർജൻസിന്റെ ലെവലും ഈ CPR മന്ത്ലി ലെവലും കൂടി ഒരുമിച്ച് അങ്ങ് വരച്ചിരിക്കുന്നത്. ഈ ലെവലാണ്. അപ്പൊ ഈ പർട്ടിക്കുലർ ഡേയിൽ വന്നപ്പോഴ് 26 ജാനുവരിയിൽ ഇത് ഇവിടെ നമ്മളൊരു റെക്ടാങ്കിൾ ഫോം ചെയ്തു. അതിനകത്ത് 3 ദിവസത്തെ ഡെൽറ്റ ഡൈവേർജൻസ് ഉണ്ട്. ആൻഡ് ഈ പർട്ടിക്കുലർ ഡേയിൽ വന്നപ്പോഴ് മന്ത്ലി CPR ഫോം ചെയ്തു. ഈ മന്ത്ലി CPRന് മുകളിൽ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആൻഡ് ക്ലോസ്. ഇതിൽ മന്ത്ലി CPR നാരോ ആണ്, പ്ലസ് 3 ദിവസത്തെ ഡെൽറ്റ ഡൈവേർജൻസ് ഡേ ലെവലും കൂടി ഇത് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ക്ലോസ് വന്നതിന് ശേഷം നമുക്ക് വി ക്യാൻ സീ ആൻ അപ്പ് മൂവ് ഹിയർ, എ ഗുഡ് അപ്പ്. പക്ഷെ ഇവിടെ വീണ്ടും ഒരു ഡെൽറ്റ ഡൈവേർജൻസ് ഉണ്ട്. അതായത് ഡേ ഡൈവേർജൻസ് 24th ഡിസംബർ എക്സാക്ട്ലി ഹിയർ. സി, ഈ ഡൈവേർജൻസ് ലെവലും കൂടി ബ്രേക്ക് ചെയ്യാം. ആൻഡ് ഈ ഡൈവേർജൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ വി നീഡ് ടു ടേക്ക് ഓർഡർ ഫോർ കൺഫർമേഷൻ. അപ്പൊ ഈ ഓർഡർ ഫോർ കൺഫർമേഷൻ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് ഈ ക്യാൻഡിലിൽ don't have sufficient volume and this candle don't have sufficient, not broken the level. ഈ ബ്രേക്ക്ഔട്ടിലും റെഡ്യൂസ്ഡ് വോളിയം. പക്ഷെ ഈ ക്യാൻഡിൽ നോക്കൂ, ദിസ് ക്യാൻഡിൽ ഈസ് ഹാവിംഗ് സം നോർമൽ വോളിയം, മോറോല സെയിം വോളിയം. പ്രീവിയസ്ലി ഉള്ള ക്യാൻഡിൽസ് ഒക്കെ എന്ന് പറയുന്നത് തന്നെ ഗുഡ് വോളിയത്തിലാണ്. അപ്പൊ നമ്മളൊരു ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഇവിടെ ഹാപ്പൻ ചെയ്തു. ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ ഹാപ്പൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ പർട്ടിക്കുലർ ഡേയിലാണ് ശരിക്കും അഗ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ഹാപ്പൻഡ് ഹിയർ. ആൻഡ് CPR എന്ന് പറയുന്നത് എന്താണ്?
പ്രീവിയസ് മന്തിലെ പ്രീവിയസ് 30 ഡേയ്സിലെ ഹൈ ലോ ക്ലോസ് ബൈ 3 ആണ്. സോ ദിസ് ഈസ് ഓൾസോ സപ്പോർട്ടിങ് ഹിയർ. അപ്പൊ ദിസ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് ദി ട്രെൻഡ്. പിന്നെ ഡെൽറ്റ ഹസില് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെൻഡിങ് ക്യാൻഡിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രെൻഡിങ് ക്യാൻഡിൽ കൂടി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഈ ട്രെൻഡിങ് ക്യാൻഡിൽ ഒക്കെ വന്നാൽ തന്നെ നമുക്ക് ഒരു അപ് മൂവിന് ഉണ്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ് ഈസ് വിഷ്വലൈസ്ഡ് ബൈ ഡെൽറ്റ ഹസിൽ. നമ്മുടെ സ്ട്രാറ്റജി അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഒരു ബ്ലൂ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വി വിൽ കൺഫേം വിത്ത് ഓർഡർ ഫ്ലോ ആൻഡ് ടേക്ക് ആൻ എൻട്രി. അപ്പൊ ഇവിടെ ഒരു ട്രെൻഡിങ് ക്യാൻഡിൽ വന്നു ഈ ദിവസം 17th ഡിസംബറിൽ. നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എൻട്രി എടുത്തു ആൻഡ് ഇൻ നോ വേ ടൈം ദിസ് ലോ ഹാസ് ബ്രോക്കൺ. സി ഇവിടെ നമ്മൾ എൻട്രി എടുത്തു 43.36. ഇറ്റ് ഹാസ് മൂവ്ഡ് അപ് ടു 45.37 ആൻഡ് അഗെയിൻ റീടെസ്റ്റഡ് ദിസ് ലെവൽ. അപ്പൊ ഈ അപ് മൂവിന്റെ റീടെസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ദിസ് ബ്രേക്ക് ഔട്ട് വി ഹാവ് ടു ടേക്ക്. അപ്പൊ ഈ ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ സ്റ്റാർട്ട് ഓഫ് ദി ട്രെൻഡ്. ഈ ട്രെൻഡിന്റെ തന്നെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ്. ഫ്രം 44.48 ഇറ്റ് ഹാസ് മൂവ്ഡ് അപ് ടു 55.99, $5,600 വരെ മൂവ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഡെൽറ്റ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഈ 2 ദിവസത്തെ ഡെൽറ്റ ഡൈവേർജൻസ് പ്ലസ് CPR പ്ലസ് ഈ ദിവസത്തെ ഒരു ഡൈവേർജൻസ് ഇവിടെ നിർബന്ധമായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. അപ്പൊ ഇവിടെ എടുത്താൽ കൂടിയും ഇറ്റ് ഹാസ് ഗിവൺ എ ഹ്യൂജ് റിട്ടേൺ. അതുമല്ല, നമ്മൾ നോക്കൂ, എവറി ബ്ലൂ ക്യാൻഡിൽ ഈസ് എ ബൈ. ഈ ക്യാൻഡിൽ ബൈ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, ലോ കട്ട് ചെയ്തിട്ടില്ല. ഈ ക്യാൻഡില് ഈ ക്യാൻഡില് ഈ ക്യാൻഡില് ഈ ക്യാൻഡില് ഒരു ക്യാൻഡിലും തന്നെ ആ ലോ പിന്നെ ഹിറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ അബ്സോർപ്ഷൻ മനസ്സിലാക്കിയത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ സ്വിംഗ് ലോ. സ്വിംഗ് ലോയിലാണ് നമ്മൾ അബ്സോർപ്ഷൻ ക്യാൻഡിൽസ് ഹാപ്പൻ ചെയ്യുന്നത്. വെൻ ദി മാർക്കറ്റ് മൂവ്സ്, ഈ ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ വീണ്ടും ഫോം ചെയ്യും. അപ്പൊ അവിടുന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മൾ വീണ്ടും നമ്മുടെ ഡെൽറ്റ ഡൈവേർജൻസ് സ്ട്രാറ്റജി യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു ആൻഡ് ഇറ്റ് ഹാസ് മൂവ്ഡ് അപ് ടു ഹിയർ. ഈ ഫസ്റ്റ് ഈ ക്യാൻഡിൽ നോക്കൂ, അതായത് 3 ഇമ്പൾസ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാർക്കറ്റ് മേ റിയാക്ട്. ഒരു ചെറിയ കൺസോൾട്ടേഷൻ ഉണ്ടാവും. ഇതാണ് എൻട്രി ക്യാൻഡിൽ, ഇനിഷ്യേഷൻ ക്യാൻഡിൽ ഇതാണ്. അതിനുശേഷം 3 ട്രെൻഡിങ് ക്യാൻഡിൽ വന്നു. ദ റാലി മേ എക്സോസ്റ്റ്, ഒന്ന് പോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ തന്നെ നമ്മുടെ ഡെൽറ്റ ഹസലിന്റെ സിഗ്നേച്ചർ സ്ട്രാറ്റജി വന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമ്മൾ ഈ ലെവൽസ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഹാവിങ് സം 100% ആക്യുറസി. സി ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ വീണ്ടും വന്നപ്പോൾ ഇവിടുന്ന് നമ്മൾ എടുത്തത് എന്തൊക്കെയാണ്? ഡെൽറ്റ ഡൈവേർജൻസ് ഇവിടെ നമ്മൾ ഡ്രോ ചെയ്തു, ഒരു ട്രെൻഡിങ് ക്യാൻഡിൽ ഫോം ചെയ്തു, ആൻഡ് ദാറ്റ് ഈസ് വിത്ത് ഇൻക്രീസ്ഡ് വോളിയം. സോ നമുക്ക് കൺഫർമേഷൻ കിട്ടി. ഈ കൺഫർമേഷനിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി ഈ ഡൈവേർജൻസ് ലെവൽ ഇവിടെ ബ്രേക്ക് ആൻഡ് ക്ലോസ് ചെയ്തു, ഈ ക്യാൻഡിലും ക്ലോസ് ചെയ്തു. സോ വി ക്യാൻ ഹോൾഡ് അവർ പൊസിഷൻ. സോ ഫാർ അവർ സ്റ്റോപ്പ് ലോസ് ഹാസ് നോട്ട് ഹിറ്റഡ്. അപ്പൊ വീണ്ടും നമ്മൾ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ഈ ക്യാൻഡിലിന് നോക്കൂ, കോട്ട് ടച്ച് ഡൈവേർജൻസ് ഇവിടെ അപ്ലൈ ചെയ്യും. ആ കോട്ട് ടച്ച് ഡൈവേർജൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സം സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ ക്യാൻഡിലിന്റെ ഈ ബിഗ് പോർഷനിൽ ഒരു കോട്ട് ടച്ച് ഡൈവേർജൻസ് ഈ ലെവല് ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രയാസമാണ്. അപ്പൊ കോട്ട് ടച്ച് ഡൈവേർജൻസ് ആദ്യമായിട്ട് ഹാപ്പൻ ചെയ്തിരിക്കുക. അതിന് കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് എല്ലാ ക്യാൻഡിൽസിലും നമ്മൾ കോട്ട് ടച്ച് ഡൈവേർജൻസ് യൂസ് ചെയ്യത്തില്ല. ഈ കോട്ട് ടച്ച് ഡൈവേർജൻസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപ് മൂവ് ഹാപ്പൻ ചെയ്യുമ്പോൾ സോ മെനി കൺസോൾട്ടേഷൻ ക്യാൻഡിൽസ് വിൽ കം. ഈ കൺസോൾട്ടേഷൻ ക്യാൻഡിൽസിൽ ആ നിയർ ടൈം ഹൈ വരുന്നത് എപ്പോഴും ഈ കോട്ട് ടച്ച് ഡൈവേർജൻസ് ക്യാൻഡിലായിരിക്കും. അപ്പൊ ഈ കോട്ട് ടച്ച് ഡൈവേർജൻസിന്റെ ഏരിയ അത് റിജക്ഷൻ ഏരിയ നമ്മൾ എടുക്കണം. ആ ക്യാൻഡിലിന്റെ വിക്ക് ആണ്, ടോപ്പ് വിക്ക് ആയിരിക്കും നമ്മൾ എടുക്കുക.
കോട്ട് എല്ലിന് നമ്മൾ ലോവർ പിക്ക് കൊടുക്കും. അത് എല്ലാ കാൻഡിൽസിലും എടുക്കത്തില്ല. അതിന് നമുക്ക് ലൊക്കേഷൻ ഉണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്, പല റീസൺസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോട്ടച്ച് ഡൈവേഴ്സൻസ്. ഈ കോട്ടച്ച് ഡൈവേഴ്സൻസ് നമ്മൾ ഡ്രോ ചെയ്തു. ആൻഡ് ഇൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ദിവസം ഇതേപോലെ നേരത്തെ ഹാപ്പൻ ചെയ്ത പോലെ 2 days കണ്ടിന്യൂസ്ലി ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽസ് വന്നു. അതും നമ്മൾ അക്സെപ്റ്റൻസ് ലെവൽ നമ്മൾ യൂസ് ചെയ്തു, ബോഡി മാർക്ക് ചെയ്തു. ഇനി ഇതിന് ശേഷം നമ്മൾ ഒരു കാൻഡില് ഈ ലെവലിന് താഴെയോ ഈ ലെവലിന് മുകളിലോ ഒരു ക്ലോസ് കിട്ടിയാൽ then we can see a violent move like this. A huge movement നമുക്ക് കാണാം. 3, 4, 5 days കണ്ടിന്യൂസ്ലി റാലി ഇവിടെ ഹാപ്പൻ ചെയ്തു. ഇവിടെ നമ്മൾ ഡെൽറ്റ ഡൈവേർജൻസ് ഇവിടെ ഉണ്ടായിരുന്നു, 2 ദിവസം കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു, 3 ദിവസം കണ്ടിന്യൂസ് പ്ലസ് CPR ഉണ്ടായിരുന്നു. അതിന്റെ ബ്രേക്ക്ഔട്ട് നമ്മൾ എൻ്റർ ചെയ്തു. പിന്നീട് ഈ ലോയിലേക്ക് ഒരു പ്രൈസും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ എൻട്രി എടുത്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു, വി വെയിറ്റഡ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലെവല് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് റീ എൻട്രി ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടെമ്പറലി എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ലേ, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത ഈ ക്യാൻഡിലില്, ആ പർട്ടിക്കുലർ ക്യാൻഡിലില് നമുക്ക് വേണേൽ റീ എൻട്രി ചെയ്യാം. ആൻഡ് ദർ ഇസ് എ ഗ്യാപ്പ് അപ്പ് ഹിയർ, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വേഴ്സൺ. ആ എക്സ്പെക്ടേഷനിലാണ് ഗോൾഡ് മൂവ് അപ്പ് ആയത്. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഈ ക്യാൻഡിൽ എടുക്കാം, ബട്ട് വി ക്യാൻ വെയിറ്റ് ഫോർ എ ട്രെൻഡിങ് ക്യാൻഡിൽ. ഈ ട്രെൻഡിങ് ക്യാൻഡിൽ ഈ ഡേയിൽ ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും റീ എൻട്രി എടുത്താൽ 47.62 there is a huge movement. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഇമ്പൾസ് ക്യാൻഡിൽ, 3 ട്രെൻഡിങ് ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യണം. there may be a reversal we can expect. അപ്പൊ 1, 2 and 3. പക്ഷെ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ക്യാൻഡിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് 50% സെല്ലിംഗ് ആണ്. അപ്പൊ ഈ ക്യാൻഡിൽ ഒഴിവാക്കി നമ്മൾ നോക്കിയാൽ 1 ഇനിഷ്യേഷൻ ക്യാൻഡിൽ ഹിയർ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിൽ. ആൻഡ് ഡെൽറ്റ ഹസിലിന് നമുക്ക് വേറെ സ്ട്രാറ്റജീസ് ഉണ്ട്. ആൻഡ് ദിസ് ക്യാൻഡിൽ മേ ബി 100% ട്രീറ്റഡ് ആസ് എ കോട്ടച്ച് ഡൈവേർജൻസ് ക്യാൻഡിൽ. അതാണ് നമ്മൾ പറഞ്ഞത്, കോട്ടച്ച് ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ ഹസിലിന്റെ ഒരു സിഗ്നേച്ചർ സ്ട്രാറ്റജിയാണ്. ആ കോട്ടച്ച് ഡൈവേർജൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസംഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വിംഗ് ഹൈയിലാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ ഹൈ. പിന്നെ അത് ബ്രേക്ക് ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും റാലി ഹാപ്പൻ ചെയ്യും, നേരത്തെ ഹാപ്പൻ ചെയ്തു പോയി. കോട്ടച്ച് ഡൈവേർജൻസ് ക്യാൻഡിൽ ആയിരുന്നു ഇത്. ഇതിന് മുകളില് അതിന്റെ വിക്കിന് മുകളില് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, അവിടുന്ന് ഒരു ഹ്യൂജ് അപ്പ് മൂവ് വരും. ഈ ക്യാൻഡിലിൽ ഒന്നും തന്നെ കോട്ടച്ച് ഡൈവേർജൻസ് ഇല്ല. അതിന് കുറെ കണ്ടീഷൻസ് നമുക്ക് പഠിക്കാൻ. അപ്പൊ പിന്നെ ഇവിടെ എങ്ങും കോട്ടച്ച് ഡൈവേർജൻസ് ഇല്ല, ട്രെൻഡിങ് ക്യാൻഡിൽ മാത്രം നോക്കിച്ചാൽ. അപ്പൊ നമ്മൾ ഇവിടെയാണ് പിന്നെ കോട്ടച്ച് ഡൈവേർജൻസ് വന്നത്. അപ്പൊ ഈ ക്യാൻഡിലിനൊക്കെ നമുക്ക് വി ഹാവ് റീസൺസ് ടു ബൈ അഗെയിൻ. ആൻഡ് ദിസ് ക്യാൻഡിൽ ക്ലോസ്ഡ് അബവ് റെസിസ്റ്റൻസ് 2. ആൻഡ് ദിസ് ക്യാൻഡിൽ ഈസ് അനദർ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ. അതിന്റെ റീട്രേസ്മെന്റ് ആണ് ഇവിടെ ഹാപ്പൻ ചെയ്തത്. R2 തിരിച്ചു വന്നു, അവിടുന്ന് വീണ്ടും മൂവ് ചെയ്ത് ഈ ക്യാൻഡില് R4 ജസ്റ്റ് ടച്ച് ചെയ്തു, താഴെ ക്ലോസ് ചെയ്തു. അഗെയിൻ ദിസ് ക്യാൻഡിൽ ബ്രോക്കൺ R4, റെസിസ്റ്റൻസ് 4. റെസിസ്റ്റൻസ് 4 ബ്രേക്ക് ചെയ്തിട്ട് ഇറ്റ് ഹാസ് കം അപ് ടു ഹിയർ. കറക്റ്റ്. ഈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും കോട്ടച്ച് ഡൈവേർജൻസ് ഹാപ്പൻ ചെയ്തു. നെക്സ്റ്റ് ഡേയിൽ എന്ത് കിട്ടി? വി ഗോട്ട് ദ ഡെൽറ്റ ഡൈവേർജൻസ്. അപ്പൊ ഇവിടെയാണ് പിന്നെ വന്നത്. നോക്കൂ, ഈ ക്യാൻഡിലില് ഡെൽറ്റ ഡൈവേർജൻസ് ഹാപ്പൻ ചെയ്തതിന് ശേഷം ഈ ക്യാൻഡിലിൽ മാത്രമാണ് ഒരു ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ വന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഡ്രോയിങ് ലെവൽസ് വിത്ത് 100% ആക്യുറസി. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇതിന് 100% ആക്യുറസി പറയുന്നത്? ബിക്കോസ് വി ആർ ട്രേഡിംഗ് വിത്ത് നമ്പേഴ്സ്, നോട്ട് വിത്ത് ജസ്റ്റ് ലെവൽസ്. ഈ പർട്ടിക്കുലർ ഡേയുടെ ഡൈവേർജൻസ് ലെവലിന് താഴെ 1 അവറിന്റെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലും വി ക്യാൻ ഡു ഇൻട്രാഡേ ട്രേഡ്, ഈവൻ 5 minutes ഓൾസോ ഇനഫ്. പക്ഷെ അവിടെ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ കിട്ടണമെന്ന്.
അതുപോലെ തന്നെ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡൈവേർജൻസ് കാൻഡിൽ. കാരണം പ്രീവിയസ് കാൻഡിലിന്റെ ബോഡിക്ക് മുകളിൽ ഒരു ക്ലോസ് വന്നിട്ട് കൂടിയില്ല. എക്സാക്ട്ലി ആ ലെവലിന് തൊട്ട് താഴെ ക്ലോസ് ചെയ്തു. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ മേ ബി എ റിവേഴ്സൽ ഇഫ് ദിസ് ലോ ഈസ് ബ്രോക്കൺ. നോക്കൂ, 5364 ബ്രേക്ക് ആൻഡ് ക്ലോസ് ചെയ്തു. അവിടുന്ന് ഇത് എക്സാക്ട്ലി 31st December ആൻഡ് 2nd January ഡേ ഡൈവേർജൻസ് ആൻഡ് മന്ത്ലി CPRന്റെ അതേ ലെവലിലെത്തി. നോക്കൂ, എക്സാക്ട്ലി ആ ലെവലിന് തൊട്ട് താഴെ വരെ. അപ്പൊ ഏകദേശം ഒരു റീടെസ്റ്റ് ഇവിടെ ഹാപ്പൻ ചെയ്യും. ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ലുക്ക് ഫോർ എ റിവേഴ്സൽ. ആ റിവേഴ്സൽ എന്ന് പറയുന്നത് ഈ ലെവല് ബ്രേക്ക് ചെയ്യാൻ പ്രയാസവും. നമുക്ക് നോക്കാം ഇത് എവിടം വരെയാണ്. നമ്മുടെ ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽ ഉണ്ട്. ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഹസിലിന്റെ സിഗ്നേച്ചർ കോട്ടേജ് സ്ട്രാറ്റജി ലെവലാണ്. അപ്പൊ ഇതിൽ ഏത് ലെവലാണ് റീടെസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. എക്സാക്ട്ലി ഈ ലെവൽ കോട്ട് എച്ച് ഡെൽറ്റ ഹസിലിന്റെ കോട്ടേജ് സ്ട്രാറ്റജിയുടെ സിഗ്നേച്ചർ നമ്മുടെ സിഗ്നേച്ചർ സ്ട്രാറ്റജിയാണ്. എക്സാക്ട്ലി ആ പർട്ടിക്കുലർ ലൈനിൽ വന്ന് ടച്ച് ചെയ്തു, അഗെയിൻ ക്രാഷ്. സച്ച് എ വണ്ടർഫുൾ ലെവൽ ഇറ്റ് ഈസ്. ഇങ്ങനെയുള്ള ലെവൽസ് ഒന്നും നിങ്ങൾക്ക് ഏത് യൂട്യൂബ് ചാനലിലും ഒരു യൂട്യൂബ് ചാനലിലും കാണാൻ പറ്റും. അത് ഡെൽറ്റ ഹസലിന്റെ മാത്രം സിഗ്നേച്ചർ സ്ട്രാറ്റജിയാണ്. അത് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ആഫ്റ്റർ അവർ ഡിസ്ക്ലോഷർ. പ്രീവിയസ്ലി ദർ ഇസ് നോ പ്രീഡേറ്റ് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു കേസിൽ, ഒരു ചാനലിലും കണ്ടിട്ടില്ല. അപ്പൊ അതാണ് ഇവിടുത്തെ ഡെൽറ്റ ഹസിൽ കോട്ടേജ് സ്ട്രാറ്റജി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഈവൻ ഇറ്റ് വിൽ ബൈപാസ് ദിസ് ഡെൽറ്റ ഡൈവേർജൻസ് സ്ട്രാറ്റജി. അപ്പൊ ഇവിടെ ഈ ഡെൽറ്റ ഡൈവേർജൻസിന്റെ അക്സെപ്റ്റൻസ് ഏരിയ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. പീപ്പിൾ ആർ ടാക്കിംഗ് അബൌട്ട് ദ ലോ ആൻഡ് ഹൈ ആൻഡ് വി നെവർ ഗെറ്റ് എ ട്രെയിൻ. ഇതിന്റെ ഹൈ ആൻഡ് ലോ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വി നെവർ ഗെറ്റ് എ ട്രേഡ് ആൻഡ് വി വിൽ ഇൻകർ ഹ്യൂജ് ലോസ്. അപ്പം ഡെൽറ്റ ഹസിൽ ഹാവ് സ്പെഷ്യൽ കോച്ചിങ് ഓൺ ഹൗ ടു ട്രേഡ് വിത്ത് ഡെൽറ്റ ഡൈവേർജൻസ് കാൻഡിൽ വിത്ത് മാത്തമാറ്റിക്കൽ ആക്യുറസി, ബിക്കോസ് വി ആർ ട്രേഡിംഗ് വിത്ത് നമ്പേഴ്സ്. അതാണല്ലോ ഓർഡർ ഫ്ലോ ചാർട്ട് ഈസ് സുപ്പീരിയർ ടു പ്രൈസ് ചാർട്ട്സ് എന്ന് പറയും. എക്സാക്ട്ലി ഈ പർട്ടിക്കുലർ കോട്ടേജ് ഡൈവേർജൻസിൽ റീടെസ്റ്റ് എടുത്തു, ഇറ്റ് ക്രാഷ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രീസ് എടുക്കുന്നത്. അവിടെ എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ലെവൽസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, ഈ ക്യാൻഡില് ട്രെൻഡിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ മന്ത്ലി ഡൈവേർജൻസ് ഫെബ്രുവരി ലെവലിന്റെ CPR ബ്രേക്ക് ചെയ്തിട്ടില്ല. ഫെബ്രുവരി ലെവല് CPR ബ്രേക്ക് ചെയ്ത് ശരിക്കും ഈ ഡേ ഡൈവേർജൻസും കൂടി ക്ലോസ് ചെയ്തതെന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ വന്നപ്പോഴാണ്. അപ്പൊ ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി എടുത്താൽ നമ്മുടെ ടാർഗറ്റ് ഇതാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻട്രാഡേയിലും ലോങ് ടൈമിലും ഒക്കെ ട്രേഡ് ചെയ്യാം. ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ലെവൽസ് നെവർ ടെൽ യു ടു ട്രേഡ്, ബട്ട് ദ നമ്പേഴ്സ് വിൽ ടെൽ യു. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഹൈ റെക്കോർഡ് ചെയ്തിട്ട് റീട്രേസ്മെന്റ് ഫിനിഷ് ആയിട്ട് നമുക്കറിയാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. ഇവിടെ ഏറ്റവും ഹയസ്റ്റ് വോളിയം ക്യാൻഡിലിന്റെ ഡെൽറ്റ ഡൈവേർജൻസ് ലെവലാണ്. അത് ജസ്റ്റ് വന്ന് റീട്രേസ് ചെയ്തിട്ട് വി ഗോട്ട് എ ട്രെൻഡിങ് ക്യാൻഡിൽ ഹിയർ, ഹ്യൂജ് ട്രെൻഡിങ് ക്യാൻഡിൽ വിത്ത് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ. അപ്പൊ ഈ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ജമ്പ് ആൻഡ് ട്രേഡ്. ഇതിന്റെ റെസിസ്റ്റൻസ് ലെവലിൽ നിങ്ങൾ എൻ്റർ ചെയ്യും. റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ഡ്രോ ചെയ്യും. നോ ക്യാൻഡിൽ ക്ലോസ്ഡ് അബൌവ് ദിസ് റെസിസ്റ്റൻസ് ലെവൽ. ഇതിന്റെ വോളിയം POCയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യും. അല്ലെങ്കിൽ ഈ ദിവസത്തെ വോളിയം POC റീടെസ്റ്റ് ചെയ്യുമ്പോൾ വോളിയം പ്രൊഫൈലിന്റെ വോളിയം POC എടുക്കാം. ഞാനിവിടെ ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പൊ അതെടുത്തിട്ട് ഈ പർട്ടിക്കുലർ കേട്ടോ, ഈ വോളിയം POC നോക്കൂ, എക്സാക്ട്ലി കവറിംഗ് ദിസ് ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽ. 22nd 11th മാർച്ചിലെ ഡെൽറ്റ ഡൈവേർജൻസ് ലെവലാണ്. ഇവിടെ 11 ഈ പർട്ടിക്കുലർ ഡേയിലെ 11th മാർച്ചിന്റെ ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നു നോക്കും.
എക്സാക്ട്ലി ബിലോ ദിസ് വോളിയം POC. അതിനുശേഷം വീണ്ടും സെല്ല് വന്നു. അപ്പൊ ഇവിടെ ഒരു ഡെൽറ്റ ഡൈവേർജൻസ് കാൻഡിൽ വന്നു, അതിന് താഴെ ക്ലോസ് ചെയ്തു. വി ഹാവ് സീൻ എ വയലന്റ് ഡിക്ലൈൻ ബിക്കോസ് ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് കാൻഡിൽ. കാരണം ഈ ഹയസ്റ്റ് വോളിയം സെൽ കാൻഡിലിന്റെ ഇവിടുന്നാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോളിയം ട്രേഡ് ചെയ്തത്. 747,000 ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കാൻഡിലിന്റെ വോളിയം POC എടുക്കുന്നത്. നമ്മൾ എല്ലാ കാൻഡിലിന്റെ വോളിയം POC എടുക്കണം നിർബന്ധമില്ല. അങ്ങനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ലെവൽസ്, നിയർ ബൈ ലെവൽസ് ഒരുപാട് വരും. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, അല്ലെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഡെൽറ്റ, ഇവിടെ വന്നപ്പോൾ ഒരു ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽ വന്നു. ഇതിന് മുകളിൽ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് എ ലോങ് പൊസിഷൻ. ബട്ട് ദിസ് കാൻഡിൽ ക്ലോസ്ഡ്, നോ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു വി നീഡ് വോളിയം. നമ്മുടെ സ്ട്രാറ്റജി അതാണ്. വി നീഡ് വോളിയം കൺഫർമേഷൻ ആൻഡ് അതർ ഡെൽറ്റ കണ്ടീഷൻസ്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ ഫ്ലോ നോക്കി കഴിഞ്ഞാൽ വി ഹാവ് റെഡ്യൂസ്ഡ് വോളിയം. ആ റെഡ്യൂസ്ഡ് വോളിയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ട്രെൻഡിങ് കാൻഡിൽ എൻട്രി എടുക്കുക. ആൻഡ് ഓൾസോ ഈ കാൻഡിൽ എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസിന് മുകളിലിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇൻ ബോത്ത് കേസസ് വി വിൽ അവോയ്ഡ് ദിസ് കാൻഡിൽ. നെക്സ്റ്റ് ഡേ അഗെയിൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു, ഓപ്പൺ ചെയ്ത് ഈ ലെവലിലായിരുന്നു, അതിന് താഴെ തന്നെ ക്ലോസ് ചെയ്തു. ദെൻ ഇതൊരു ഡെൽറ്റ ഡൈവേർജൻസ് ലെവലായിരുന്നു. അതിന് അഗൻസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ഡേ ക്ലോസ് വന്നു വിത്ത് ഇൻക്രീസ്ഡ് വോളിയം. ഇത് പക്ക ഷോർട്ടിംഗ് കാൻഡിലാണ്. നെക്സ്റ്റ് ഡേയിൽ എന്ത് സംഭവിച്ചു? TC ടച്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, ക്രാഷ്. അതാണ് നമ്മൾ. അപ്പൊ ഇങ്ങനെയുള്ള ഇതാണ് ഡെൽറ്റ ഗാസിലിന്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഇത് എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് സ്ട്രാറ്റജി ഈസ് ഹാവിംഗ് സം 99.99% ആക്യുറസി. ആൻഡ് ഇവിടെ ഈ കാൻഡിൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മന്ത്ലി പിവറ്റിന്റെ അതേ ലെവലിൽ സപ്പോർട്ട് എടുത്തു. ആൻഡ് ഇവിടം വരെ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പൊ രണ്ട് ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽ ഇവിടെ ഫോം ചെയ്തു. അപ്പം ഇത് കണ്ടിന്യൂഷനാണ്. ഈ ഡേ ഡൈവേർജൻസ് ലെവലിന് താഴെ ക്ലോസ് ചെയ്തു. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വീക്ക് ട്രെൻഡ് ആണ് ഡൗൺവേർഡ്സിലേക്ക്. അപ്പൊ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു മന്ത്ലി CPRന്റെ. 2 days ആ സപ്പോർട്ടിന് മുകളിൽ ക്ലോസ് ചെയ്തു. പക്ഷെ അതും റെഡ് കാൻഡിൽസ് ആയിരുന്നു. ഇവിടെയും ഒരു ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽ വന്നു. അപ്പൊ 3 ദിവസത്തെ ഈ 10th ഫെബ്രുവരിയിലെ ഈ ഡെൽറ്റ ഡൈവേർജൻസ് ലെവല് വെരി വെരി ക്രൂഷ്യലാണ്. ഹയസ്റ്റ് വോളിയത്തിൽ ഒന്നാണ് കാൻഡിൽ. അപ്പൊ അതിന് താഴെ ഈ കാൻഡിൽ നിങ്ങൾ നോക്കൂ, എക്സാക്ട്ലി ഈ ഡൈവേർജൻസ് ലെവല് ജസ്റ്റ് ടച്ച് ചെയ്തു, ക്രാഷ്. ഇവിടെ ഈ ഡൈവേർജൻസ് ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തു, അതിനുശേഷം വീണ്ടും താഴെ വന്നു. ഇവിടെ നോക്കിയേ, 1 day divergence low 20th March, 21st March, 23rd March top level and 25th March day divergence ആണ്. ഇതൊരു വെരി ക്രൂഷ്യൽ ലെവലാണ്. അതുകൊണ്ടാണ് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് കൃത്യമായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഡേ, അപ്പൊ ഡേ ഡൈവേർജൻസ് ലെവൽസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ ദിവസങ്ങളിൽ നോക്കൂ, ഈ ദിവസങ്ങളിൽ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡേ ഡൈവേർജൻസ് ലോ ഓഫ് 29th March, 20th March, 21st March, 23rd March ടോപ്പ് ലെവൽ, 25th March ഡേ ഡൈവേർജൻസ് ഫുൾ. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ നോക്കൂ, 25th മാർച്ചിലും 26th മാർച്ചിലും $1 പോലും മുകളിൽ ഇത് ക്ലോസ് ചെയ്തിട്ടു. അപ്പൊ ഇനി വരും ദിവസങ്ങൾ ഫ്രം ടുമാറോ മൺഡേ ഓൺവേർഡ്സ്, ഇഫ് യു ഗെറ്റ് എ ഡേ ക്ലോസ് അബവ് ദിസ് ലെവൽ, ഇനിയാണ് നമ്മുടെ ലെവൽസ് വരും. അപ്സൈഡ് ലെവൽസ് പറഞ്ഞതിന് ശേഷം നമുക്ക് താഴോട്ട് വരും. താഴോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 31st December ആൻഡ് 2nd January ഡേ ഡൈവേർജൻസ് ലെവൽ ആൻഡ് മന്ത്ലി CPR ഇസ് വെരി വെരി ക്രൂഷ്യൽ. എ ക്ലോസ് ബിലോ ദിസ് ലെവൽ, ഇതുവരെ ഈ ലെവൽസ് ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഡേ ക്ലോസ് വന്നിട്ടില്ല. ഇതിന് താഴെ ഒരു ഡേ ക്ലോസ് വന്നാലേ ഉള്ളൂ ഭയപ്പെടേണ്ടത്. എങ്കിൽ മാത്രമേ ഗോൾഡ് താഴേക്ക് പോകൂ.
എന്നാൽ ഈ ലെവലിന് മുകളിൽ ഒരു ക്ലോസ് കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ജംപ് ടു ദിസ് 46.25 ലെവൽ. അതായത് 45.05 ലെവല് ബ്രേക്ക് ചെയ്താൽ 46.25 ലെവലിലേക്ക് പോകും. അത് ബ്രേക്ക് ചെയ്താൽ ഇറ്റ് വിൽ ജംപ് ടു 47.26. അപ്പൊ ഇവിടെ 44-43 കഴിഞ്ഞാല് പിന്നെ ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഉള്ള ഈ ലെവലിലാണ് 47-24 ലെവൽ, 25-24 ലെവൽ. ഈ 24 ലെവലിൽ വന്നു കഴിഞ്ഞാൽ ദിസ് ബി സി ലെവൽ ഈസ് വെരി വെരി ക്രൂഷ്യൽ. 48-45. 48-45 ബ്രേക്ക് ചെയ്താൽ ദെൻ ക്വിക്കലി നോക്കൂ $150 ഒരു വേരിയേഷൻ കാണും. ഇത് തന്നെ ഒരു മന്ത്ലി CPR ലെവലാണ്. ആൻഡ് വി ക്യാൻ സേ ദർ ഈസ് സം 2-day ഡൈവേർജൻസ് ലെവൽ ഓൾസോ. പിന്നെ ഇവിടെയുണ്ട് ഒരു ഡൈവേർജൻസ് ലെവൽ. അപ്പൊ ഈ ലെവൽ എന്ന് പറയുന്നത് ദീസ് ലെവൽസ് ആർ വെരി വെരി ക്രൂഷ്യൽ. ഇത് നോ ട്രേഡ് സോൺ ആയിരിക്കും. ഈ ലെവൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ താഴേന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു റാലിക്ക് ശേഷം ഇവിടെ വന്നാൽ ഈ ലെവലിൽ ഇങ്ങനെ ഓവർ ചെയ്യാം. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ദിസ് ലെവൽ. ആ ലെവൽ ബ്രേക്ക് ചെയ്താൽ അഗെയിൻ ഇവിടെ ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഉണ്ട്. 50-97 ഡ്രമാറ്റിക് ലെവലാണ്. അതായത് 29th ജാനുവരിയുടെ ലോ ആണ് വിത്ത് ഹയസ്റ്റ് വോളിയം സെൽ ക്യാൻഡിലാണ്. അവിടെ നിന്നാണ് ഈ മാർക്കറ്റ് ഒരു ഹൈയിൽ നിന്നും ക്രാഷ് ചെയ്തിട്ട് ഒരു ലോ റെക്കോർഡ് ചെയ്തു. അപ്പൊ ഈ ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ലെവലാണ് 50-97. 50-97 ബ്രേക്ക് ആൻഡ് ക്ലോസ് ചെയ്തോ പിന്നീട് ക്വിക്കലി 52-01 ആൻഡ് 54-19-20 ഒരു ജമ്പ് ആയി. ദർ ഇസ് നോ ഡൗട്ട്. അതായത് ഈ ലെവലില് ഇനിയും ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ദിസ് ലെവൽ hottest divergence level 54-17-18-19-20 or this up to this level. ഈ ലെവല് ബ്രേക്ക് ചെയ്താൽ ദ ഗോൾഡ് വിൽ മേക്ക് എ ന്യൂ റെക്കോർഡ്. ബ്രേക്ക് അല്ല ഉദ്ദേശിക്കുന്നത്, എ ക്ലോസ് ഈസ് റിക്വയർഡ്, എ ഡേ ക്ലോസ് ഈസ് റിക്വയർഡ്, എ ഡേ ക്ലോസ് പ്ലസ് എ വീക്ക്ലി ക്ലോസ് അബൌവ് ദിസ് ലെവൽ റിക്വയർഡ്. ഈ ലെവൽ വരുമ്പോ അങ്ങനെ പെട്ടെന്ന് കാര്യം പോകത്തില്ല. സ്റ്റിഫ് റെസിസ്റ്റൻസ് ഉണ്ടാവും ഈ ലെവൽസിലൊക്കെ. കാരണം ഈ ലെവൽസിലൊക്കെ ബൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. അവരൊക്കെ കോസ്റ്റ് എങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ലെവൽസ് വരുമ്പോൾ സെല്ലിംഗ് പ്രഷർ വീണ്ടും ഉണ്ടാവും. ഈ ലെവൽസിലും സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. കാരണം മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പൊ സപ്ലൈ കൂടാൻ സാധ്യതയുണ്ട് ഈ ലെവലിലും ഈ ലെവൽ ആൻഡ് ഓൾസോ 50-97 50-97 ലെവൽ ഓൺവേർഡ്സ് സ്റ്റിഫ് റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ക്വിക്കലി ഒരു ഹ്യൂജ് ലെവല്, നമുക്ക് ഹ്യൂജ് മൂവ്മെന്റ്, അപ്വേർഡ് മൂവ്മെന്റ് വരും. അപ്പൊ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. സം $200 മൂവ്മെന്റ് മേ ഹാപ്പൻ ഓൺ സെയിം ഡേ 51.98 to 54.15. അങ്ങനെയാണ് അത് സംഭവിക്കുക. ആൻഡ് സ്പെഷ്യലി ഈ ലെവൽ, എക്സാക്ട്ലി ഈ ലെവലാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ലെവലിൽ നിന്നാണ് ഇത് ഏറ്റവും കൂടുതലും ജമ്പായത്. അപ്പൊ ഈ ലെവലിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസും ഉണ്ട്. ആ സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ വരുന്നത് ഇവിടെയാണ്. അവിടെ വരുന്നത് റീടെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ദ ഡ്രമാറ്റിക് ലെവൽ ഓഫ് ഡെൽറ്റ ഹസൽ. അത് നമ്മൾ നേരത്തെ തന്നെ വരച്ചതാണ്. ഈ ക്യാൻഡിലാണ് കോട്ട് എച്ച് എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ ഞാൻ പറയാം, ദാറ്റ് ഈസ് കോട്ട് എച്ച് മാത്രമേ ഇവിടെ റെഡ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട്. ദർ ഈസ് എ ഹ്യൂജ് ഡെൽറ്റ ആൻഡ് ഹ്യൂജ് വോളിയം. കോട്ട് എൽ ഈസ് ഓൾസോ ഹ്യൂജ്, മാക്സ് ഡെൽറ്റ ഈസ് ഓൾസോ ഹ്യൂജ്. അപ്പൊ ഇവിടെ കോട്ട് എച്ച് മാത്രമേ റെഡ് ആയിട്ട്, അതിന് കുറേയേറെ കണ്ടീഷൻസ് ഇൻഡെപ്ത് സ്റ്റഡി ആൻഡ് വി നീഡ് ടു കൺസിഡർ കോട്ട് എച്ച് ഓഫ് സെവറൽ അതർ പ്രീവിയസ് ക്യാൻഡിൽസ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈയിങ് കോട്ട് എച്ച് ആൻഡ് കോട്ട് എൽ ഡൈവേർജൻസ് ഇസ് ദ കീ ടു ദി മാർക്കറ്റ്. ആ മാർക്കറ്റിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഹയസ്റ്റ് ക്ലോസ് ഇതാണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ക്യാൻഡിൽ പോലും, ഡേ ക്യാൻഡിൽ പോലും ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ഈ ക്യാൻഡിൽസ് ഒന്നും തന്നെ കോട്ട് ടച്ച് റെഡ് ആയിട്ടില്ല.
ആൻഡ് സം അതർ ഡൈവേർജൻസ് ലെവൽസ് വിൽ നീഡ് ടു അപ്ലൈ. അവിടെ നമുക്ക് ഓർഡർ ഫോർ കൺഫർമേഷൻ കിട്ടാതിരുന്നത് ഇവിടെ ഈ റെഡ്യൂസ്ഡ് വോളിയം ആയതുകൊണ്ടാണ് ഈ ക്യാൻഡിൽ നമ്മൾ എടുക്കാണ്ടിരുന്നത്. ഓൾസോ 29th January ലോ ഈസ് എ വെരി ക്രൂഷ്യൽ ലെവൽ. ഈ ഒരു റാലിക്ക് ശേഷം നടന്ന ഈ ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് റേഞ്ചാണ്. ഈ ക്യാൻഡിലായിരുന്നു ദ ഹയസ്റ്റ് വോളിയം ട്രേഡഡ് ക്യാൻഡിൽ വിത്ത് റെഡ് ആൻഡ് ഇറ്റ് ഈസ് എ ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡിൽ. ഈ ക്യാൻഡിലിന് താഴെ ക്ലോസ് ചെയ്തു, ദ മാർക്കറ്റ് ക്രാഷ് ആൻഡ് റീടെസ്റ്റഡ് ദിസ് ലെവൽ. അഗെയിൻ it has retested this level and waiting for a confirmation. എന്നാൽ ഇതിന് താഴെ ഒരു ക്ലോസ് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഭയപ്പെടേണ്ടൂ. ആ ക്ലോസ് വന്നാൽ മാത്രം പോരാ. ദ ലെവൽസ് നെവർ ഗീവ് യു പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്ക് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ വേണം. അപ്പൊ ഓർഡർ ഫ്ലോ കൺഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് അവിടെ വോളിയം ബ്രേക്ക്ഔട്ട്, ഡെൽറ്റ ബ്രേക്ക്ഔട്ട്, സോ മെനി കണ്ടീഷൻസ് ആർ ദേർ. കോട്ടസ്, കോട്ടൽ, മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ, ഡെൽറ്റ ത്രെഷോൾഡ്, ഇതൊക്കെ ഡെൽറ്റ ത്രെഷോൾഡ് ലെവൽസ് ആണ്. ഡെൽറ്റ ഡൈവേർജൻസ് ലെവൽ. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് വെരി നാരോ ആണ്. അതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ റാലി ഇവിടെ നിൽക്കത്തില്ല. ഇതൊക്കെ ചിലപ്പോൾ ടേക്ക് ഔട്ട് ചെയ്യും ക്വിക്കായിട്ട്. അപ്പൊ ഇവിടുന്ന് 4493 ബ്രേക്ക് ചെയ്താല് മേ ബി 4732 300 പോയിന്റ് റാലി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സ്പെക്ടേഷൻ. ഇവിടെ മാത്രമേ ഉള്ളൂ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇവിടെ വരും. പിന്നെ നല്ലൊരു റെസിസ്റ്റൻസ് വരുന്നത് 4845 ആ 4845 വരുമ്പോഴത്തേക്ക് ഒരു വീക്ക്ലി ക്ലോസും കൂടി ബ്രേക്ക് ചെയ്യും. ഞാനിവിടെ വീക്ക്ലി ലെവൽസ് എടുത്തിട്ട് സോ മെനി ലെവൽസ് നോ ട്രേഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗോൾഡ് ലെവൽസ് മുകളിലേക്ക് പോകുമ്പോൾ. കണ്ടില്ലേ, ഈ ലെവലിന് താഴെ പോയാൽ നെക്സ്റ്റ് സപ്പോർട്ട്, നെക്സ്റ്റ് ലെവൽ ഈസ് ഈ ക്യാൻഡിലിന്റെ ലോ. ഇവിടെയാണ് അടുത്ത സപ്പോർട്ട് 4105. 4105 ബ്രേക്ക് ചെയ്താൽ ദ നെക്സ്റ്റ് ലെവൽ ഈസ് ഹിയർ, എക്സാക്ട്ലി ഹിയർ. ഇവിടെ നമുക്ക് ഡെൽറ്റ ഡൈവേർജൻസ് ലെവലൊക്കെ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഈ രണ്ട് ക്യാൻഡിലില് ഡൈവേർജൻസ് ലെവലാണ്, പർട്ടിക്കുലർലി ഈ പിവട്ട് ലെവൽ. അപ്പൊ 4068, 4105, 4068 ആൻഡ് ദിസ് ഡിസ്കൗണ്ട്സ്. ഇവിടെ നമുക്ക് 3951 ലെവലില് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ. നല്ലൊരു സപ്പോർട്ട് ഏരിയ. അപ്പം 3950, 3900 ആണ് ദ ലാസ്റ്റ് സപ്പോർട്ട് ഏരിയ. അതിന് താഴെ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ പിന്നെ ഒരു ഡിക്ലൈൻ ഉണ്ടാകത്തുള്ളൂ. പിന്നെ വലിയ ഹോപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ കം ടു 3685 പിന്നെ നല്ലൊരു സപ്പോർട്ട് 3600. ഓക്കെ, അപ്പൊ ഇത് ഇറ്റ് വിൽ whenever you draw a level, come to here and lock it. അല്ലെങ്കിൽ അത് മാറി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവലിന് നേരെ ഏത് ദിവസത്തെ ആണെന്നുള്ളതും ആ എമൗണ്ടും കൂടിയാണ്, പ്രൈസും കൂടിയാണ്. അപ്പൊ ഇതാണ് ഡെൽറ്റ ഗസലിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ പ്രഡിക്റ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെൽറ്റ ഡൈവേർജൻസ് ആൻഡ് കോട്ടൽ ഡൈവേർജൻസ് ആൻഡ് വോളിയം. എങ്ങനെയാണ് ഓർഡർ ഫ്ലോ കൺഫർമേഷൻ എടുക്കുക എന്നുള്ള ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റഡി ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ഫോർ അറ്റ്ലീസ്റ്റ് 3-4 months. Okay, don't forget to subscribe our channel. Okay, thank you very much.